നെക്സ്റ്റ് വരുന്നത് ഡെസിമേഷൻ ഇൻ്റർപൊളേഷൻ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ്. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുക, ഒരു പ്രൂഫാണ്. ഷോ ദാറ്റ് ദി അപ്പ് സാമ്പിളർ ആൻഡ് ഡൗൺ സാമ്പിളർ ആർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റംസ്. സോ ടൈം വേരിയൻറ്റ് സിസ്റ്റംസ്. അപ്പോൾ ടൈം ഇൻവേരിയൻ്റ് ആൻഡ് ടൈം വേരിയൻ്റ് ആവാനുള്ള കണ്ടീഷൻസ് നിങ്ങൾ ഓൾറെഡി സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഇൻപുട്ടിനെ ഡിലേ ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടും ഡിലേഡ് ഔട്ട്പുട്ടും സെയിം ആണെങ്കിൽ, എന്താണ്, ഇൻപുട്ട് ഡിലേ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടും ഒറിജിനൽ ഇൻപുട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ടിനെയും ഡിലേ ചെയ്യിക്കുകയാണെങ്കിൽ, അത് രണ്ടും സെയിം ആണെങ്കിൽ ദ സിസ്റ്റം ഇസ് സെഡ് ടു ബി ടൈം ഇൻവേരിയൻറ്റ്. അല്ലെങ്കിൽ എന്താണ്, സിസ്റ്റം ടൈം വേരിയൻ്റ് ആണെന്നാണ് നമ്മൾ കണ്ടീഷൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന അപ്പ് സാമ്പിളറും ഡൗൺ സാമ്പിളറും ടൈം വേരിയൻ്റ് സിസ്റ്റംസ് ആണ്. അതായത് ഡിലേഡ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടും ഒറിജിനൽ ഇൻപുട്ടിന് കിട്ടുന്ന ഡിലേഡ് ഔട്ട്പുട്ടും രണ്ടും രണ്ടാണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അപ്പ് സാമ്പിളർ അല്ലെങ്കിൽ അപ്പ് സാമ്പിളറിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ അപ്പ് സാമ്പിളർ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഐ എന്ന് പറയുന്ന ഒരു ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ അപ്പ് സാമ്പിൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? നമ്മുടെ ഔട്ട്പുട്ട് y ഓഫ് n എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് n ബൈ ഐ. ഐ അല്ലെങ്കിൽ m യൂസ് ചെയ്യും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ അപ്പ് സാമ്പിളറിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് എന്ത് ചെയ്യുക, ഇൻപുട്ടിനെ ഡിലേ ചെയ്യിക്കുക. ഇൻപുട്ടിനെ ഡിലേ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസിൽ അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇൻപുട്ടിനെ ഡിലേ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എൻ, അതായത് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട്. ആ ഇൻപുട്ടിൽ ഈ ബ്രാക്കറ്റിനകത്ത് വരുന്ന ടേമിൻ്റെ കൂടെ എന്തുകൂടെ ഇൻക്ലൂഡ് ചെയ്യുക, ഒരു മൈനസ് കെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് എൻ മൈനസ് കെ ആവും. അതാണ് ഡിലേഡ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ മാറും നോക്കിയേ, y ഓഫ് എൻ കെ. y ഓഫ് എൻ കെ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡ്യൂ ടു ഡിലേഡ് ഇൻപുട്ട്. അപ്പോൾ എന്താണ്, y ഓഫ് എൻ കെ എന്ന് പറയുന്നത് എക്സ് ഓഫ് എന്താണ്, ബ്രാക്കറ്റിനകത്തൊരു മൈനസ് കെ കൂടെ ചേർത്താൽ മതി. അപ്പോൾ n ബൈ ഐ മൈനസ് കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഔട്ട്പുട്ടിനെ നമുക്ക് ഡിലേ ചെയ്യിക്കണം. ഔട്ട്പുട്ടിനെ ഡിലേ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നിങ്ങൾ എങ്ങനെ പ്രോബ്ലത്തിൽ ചെയ്യുന്നത്, ഇൻപുട്ട് സെക്ഷനിൽ നേരത്തെ നമ്മൾ എന്തോ ചെയ്തു, എക്സ് ഓഫ് എൻ, അതായത് എക്സ് ഓഫ് എന്നിൻ്റെ കൂടെ ബ്രാക്കറ്റിനകത്ത് ഒരു മൈനസ് കെ മാത്രമേ ചേർത്തുള്ളൂ. ഔട്ട്പുട്ട് ഡിലേ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എക്സിനകത്ത് എവിടെയൊക്കെ എൻ ഉണ്ടോ അതിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക, എന്നിനെ എൻ മൈനസ് കെ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അതാണ് ഡിലേഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എവിടെയൊക്കെ എൻ ഉണ്ടോ അവിടെയൊക്കെ എൻ മൈനസ് കെ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് എക്സ് ഓഫ് എൻ ബൈ ഐ ആണല്ലേ, എന്നിനെ എന്താക്കി മാറ്റണം, എൻ മൈനസ് കെ ആക്കി മാറ്റണം. സോ ഡിലേഡ് ഔട്ട്പുട്ട് എന്ത് കിട്ടും, y ഓഫ് എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ മൈനസ് കെ ബൈ ഐ. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ ഇൻപുട്ടിനെ ഡിലേ ചെയ്യിച്ചു, ഔട്ട്പുട്ടിനെയും ഡിലേ ചെയ്യിച്ചു. ഇത് രണ്ട് ഇക്വേഷനും അതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്ന രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ y ഓഫ് എൻ കെ നോട്ട് ഈക്വൽ ടു y ഓഫ് എൻ മൈനസ് കെ. സോ ദ സിസ്റ്റം വിൽ ബി ടൈം വേരിയൻ്റ് സിസ്റ്റം. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് നോക്കുക, ഡൗൺ സാമ്പിളർ. ഡൗൺ സാമ്പിളറിൻ്റെ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ എന്താണ്, ഔട്ട്പുട്ട് y ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ഡി എൻ. ആദ്യത്തെ കണ്ടീഷൻ ഇൻപുട്ടിനെ ഡിലേ ചെയ്യിക്കുക. ഇൻപുട്ടിനെ ഡിലേ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ആ ബ്രാക്കറ്റിൽ വരുന്നതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു മൈനസ് കെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ വരും, എക്സ് ഓഫ് ഡി എൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് ഡി എൻ മൈനസ് കെ ആവും. അതാണ് ഔട്ട്പുട്ട് ഡ്യൂ ടു ഡിലേഡ് ഇൻപുട്ട്. ദെൻ രണ്ടാമത് കണ്ടുപിടിക്കാനുള്ളത് ഔട്ട്പുട്ടിനെ നമ്മൾ ഡിലേ ചെയ്യിക്കുക. ഔട്ട്പുട്ടിനെ ഡിലേ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്, എക്സിനകത്ത് എവിടെയൊക്കെ എൻ വരുന്നോ അവിടെയൊക്കെ എൻ മൈനസ് കെ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുക, എക്സ് ഓഫ് ഡി എൻ ആണ്, അവിടുത്തെ എൻ എന്തായിട്ട് മാറും, എൻ മൈനസ് കെ ആയിട്ട് മാറും. അതായത് എക്സ് ഓഫ് ഡി ഇൻറ്റു എൻ മൈനസ് കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ഇതിൻ്റെ LHS നോക്കിയേ, രണ്ട് സൈഡ് എക്സ് ഓഫ് ഡി എൻ മൈനസ് കെയും എക്സ് ഓഫ് ഡി ഇൻറ്റു എൻ മൈനസ് കെയും അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് എ ടൈം വേരിയൻ്റ് സിസ്റ്റം. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രൂഫ് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ ടൈം വേരിയൻ്റ് ടൈം ഇൻവേരിയൻ്റ് എന്ന് പറയുന്ന ആ കണ്ടീഷൻ എന്താണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊന്ന് നോക്കാം. നെക്സ്റ്റ് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്
അതായത് നിങ്ങൾക്ക് ഡെസിമേഷൻ എന്താണ്, ഇൻ്റർപൊളേഷൻ എന്താണെന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് സിഗ്നലിനെ പ്ലോട്ട് ചെയ്യാനായിട്ട് ഒരു 4 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ സിഗ്നൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, സ്പെക്ട്രം കൂടെ ചേർത്തും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു 1-2 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുക. കൺസിഡർ എ സിഗ്നൽ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു യു ഓഫ് എൻ. യു ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പ് സിഗ്നലാണ്, ഡിസ്ക്രീറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. സോ ഒബ്റ്റെയിൻ എ സിഗ്നൽ വിത്ത് എ ഡെസിമേഷൻ ഫാക്ടർ 3 ആൻഡ് ഇൻ്റർപൊളേഷൻ ഫാക്ടർ 3. ഓക്കെ, അപ്പോൾ സിഗ്നൽ പ്ലോട്ട് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള സിഗ്നൽസ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് സിഗ്നൽ ചോദിക്കാം, റാമ്പ് ചോദിക്കാം, ദെൻ സൈൻ സിഗ്നൽ ചോദിക്കാം. എല്ലാം ഡിസ്ക്രീറ്റ് സിഗ്നൽസ്, ഡിസ്ക്രീറ്റ് സൈൻ സിഗ്നൽ ചോദിക്കാം, ഡിസ്ക്രീറ്റ് എക്സ്പൊണൻഷ്യൽ സിഗ്നൽസ് ചോദിക്കാം. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് മോസ്റ്റ് കോമൺ ഡിസ്ക്രീറ്റ് സിഗ്നൽസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും സിഗ്നൽ റെപ്രസെൻറ്റേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോക്കാം. എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു യു ഓഫ് എൻ. സ്റ്റെപ്പ് സിഗ്നൽ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യണേ? പോസിറ്റീവ് സിഗ്നലാണ്. യൂണിറ്റ് ഇമ്പൾസ്, യൂണിറ്റ് സ്റ്റെപ്പ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളത് യൂണിറ്റ് സ്റ്റെപ്പായിട്ട് തന്നെ അസ്യൂം ചെയ്യുക. സോ യു ഓഫ് എൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? യു ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1 ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഒരു കോസൽ സിഗ്നലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഡെഫിനിഷൻ, ഈ സിഗ്നലിൻ്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സിഗ്നലിൻ്റെ ഡെഫിനിഷൻ എഴുതുക, എന്നിട്ട് സിഗ്നൽ പ്ലോട്ട് ചെയ്യുക. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ സിഗ്നൽ ഡെഫിനിഷൻ ഇവിടെ സ്റ്റെപ്പ് സിഗ്നലാണ്. ഇറ്റ് ഈസ് 1 ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പോസിറ്റീവ് സൈഡ് 0 മുതൽ അങ്ങോട്ട് ആംപ്ലിറ്റ്യൂഡ് എന്താണ്? യൂണിറ്റ് ആംപ്ലിറ്റ്യൂഡാണ്. എന്നിട്ട് അതിൻ്റെ സിഗ്നലിനെ പ്ലോട്ട് ചെയ്യുക. ആ സിഗ്നലാണ് ഇത് എ എന്ന് പറയുന്ന ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഒരുപാട് സിഗ്നൽ വാല്യൂസ് ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ഒരു 5 to 6 സിഗ്നൽസ് വരെയൊക്കെ വാല്യൂസ് വരെയൊക്കെ പ്ലോട്ട് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ n ഈക്വൽ ടു 9 വരെ കാണിച്ചിട്ടുണ്ട്. അത്രയൊന്നും വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, രണ്ടാമത് ചെയ്യാനുള്ളത് ടു ദ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് ഫോർ എ ഡെസിമേഷൻ ഫാക്ടർ ഓഫ് 3 ആണ്. അപ്പോൾ ഡെസിമേഷൻ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ഡി എൻ ആണല്ലേ. ഇവിടെ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. സോ എക്സ് ഓഫ് 3n. ഇനി എക്സ് ഓഫ് 3n നമ്മൾ ഡെസിമേഷൻ എങ്ങനെയാണ് ചെയ്യണേ? ഡെസിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻറ്റിജർ ഫാക്ടർ കൊണ്ട് സിഗ്നലിനെ മൾട്ടിപ്ലൈ ചെയ്താൽ സിഗ്നൽ എന്താവും? സിഗ്നൽ ചെറുതാകും. നിങ്ങൾ ഓൾറെഡി സിഗ്നൽസിൻ്റെ ഓപ്പറേഷൻസിൽ പഠിച്ചിട്ടുള്ളതാണ്. മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ സിഗ്നൽ ചെറുതാവും. ദെൻ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻറ്റിജർ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സിഗ്നൽ എക്സ്പാൻഡ് ആവും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അതിൻ്റെ സ്പെക്ട്രം. സിഗ്നൽ ചെറുതായ സ്പെക്ട്രം വലുതാവും, സിഗ്നൽ എക്സ്പാൻഡഡ് ആയാൽ സ്പെക്ട്രം ചെറുതാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സ്പെക്ട്രം ചോദിച്ചിട്ടില്ല, സിഗ്നൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ എക്സ് ഓഫ് 3n നമുക്ക് എന്ത് പ്ലോട്ട് ചെയ്യും? നമ്മൾ ഡെസിമേഷൻ എങ്ങനെയാണ് പഠിച്ചത്? ഡെസിമേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്നൽസിനെ ചെറുതാക്കുകയാണ്. അതായത് ഫസ്റ്റ് സാമ്പിളിനെ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 0 വാല്യൂ ആണ്. 0 പോയിൻറ്റിലുള്ള സാമ്പിളിനെ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യുക. എന്നിട്ട് അടുത്ത D-1 സാമ്പിൾസിനെ റിമൂവ് ചെയ്ത ശേഷം മാത്രമേ അടുത്ത സാമ്പിൾ വരത്തുള്ളൂ. അതാണ് ഡെസിമേഷനിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഡിയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ നമ്മൾ എത്ര സാമ്പിൾസിനെ റിമൂവ് ചെയ്യണം? 2 സാമ്പിൾ, 3 - 1, 2 സാമ്പിൾ വീതം കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ പോയിൻറ്റ്സ് ആയിരിക്കും വരുന്നത്? നമുക്ക് ഇവിടെ നോക്കാം. നിങ്ങൾ ഫിഗർ വരയ്ക്കുമ്പോൾ ഏത് സിഗ്നലാണ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് എക്സ് ആക്സിസ് വൈ ആക്സിസ് ലേബൽ ചെയ്തിരിക്കണം. ഇവിടെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എപ്പോഴും ടൈം ഇൻഡെക്സ് ആണ്, n തന്നെയാണ്. ഫസ്റ്റ് വരച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ സിഗ്നൽ യു ഓഫ് എൻ ആണ്. അപ്പോൾ വൈ ആക്സിസിൽ എന്തെന്ന് എഴുതണം? എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു യു ഓഫ് എൻ എന്ന് എഴുതണം, നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ. ഇനി നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്ന ഡെസിമേറ്റഡ് സിഗ്നലാണ്. സോ രണ്ടാമത്തെ ഫിഗറാണ് അതിൻ്റെ ആൻസർ. വൈ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഓഫ് 3n ആണ്. എന്താണ് ചെയ്യണേ? വിത്ത് റെസ്പെക്റ്റ് ടു ഇൻപുട്ട് വെച്ചിട്ട് വേണം ഔട്ട്പുട്ട് പ്ലോട്ട് ചെയ്യാൻ. ഇതാ 0യിലുള്ള സാമ്പിൾ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യും. ഓക്കെ, അടുത്ത D-1, 3 - 1, 2 സാമ്പിൾ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു സിഗ്നൽ വരത്തില്ല, ഈ ഒരു സിഗ്നൽ വരത്തില്ല. അടുത്ത സിഗ്നൽ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് വീണ്ടും 2 സാമ്പിൾ കട്ട് ചെയ്യുക, ദെൻ ഇത് വരും. ദെൻ വീണ്ടും 2 സാമ്പിൾ കട്ട് ചെയ്യുക, ദെൻ ഈ സാമ്പിൾ. സോ ഇൻ ഇഫക്റ്റ് നമുക്ക് 4 സാമ്പിൾസ് മാത്രമേ
ഔട്ട്പുട്ടിൽ വരത്തുള്ളൂ. അപ്പോൾ ഈ ഫിഗർ കുറച്ചുകൂടെ എന്താണ് ക്ലിയർ ആയിട്ട് ഇങ്ങനെ വരച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഇൻപുട്ട് സൈഡിൽ n = 3 സാമ്പിളാണ് ഡെസിമേറ്റ് ചെയ്യുമ്പോൾ n = 1 മാറുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഗ്യാപ്പ് ഇട്ട് സിഗ്നൽസിനെ പ്ലോട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾ നോക്കുക, ടൈം ഇൻഡെക്സ് 0, 1, 2, 3 എന്ന് കണ്ടിന്യൂസ് ആയിട്ടാണ് പോയേക്കുന്നത്. പക്ഷേ ആ ഗ്യാപ്പ് ഇട്ടേക്കുന്നതിൻ്റെ കാര്യം ആ സിഗ്നലാണ് നിങ്ങൾ താഴെ പ്ലോട്ട് ചെയ്തേക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എല്ലാം യൂണിറ്റ് ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സിഗ്നലാണെന്നുള്ളത് കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ഗ്യാപ്പ് ഇട്ടിട്ട് ഈ സിഗ്നൽസിനെ പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഏതൊക്കെ സിഗ്നൽസ് വരും എന്ന് അറിഞ്ഞതിന് ശേഷം ടൈം ഇൻഡെക്സ് എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് നമ്പർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എൻ്റെ വാല്യൂ 0, 1, 2, 3, അതായത് നേരത്തെ 9 സാമ്പിൾസ് വരെ ഉണ്ടായിരുന്നത് ഡെസിമേറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ എത്ര വരെയുള്ളതായിട്ട് മാറി, 0 മുതൽ 3 വരെയുള്ള 4 സാമ്പിൾസ് ആയിട്ട് റെഡ്യൂസായി. ഓക്കെ, സോ അതാണ് ഡൗൺ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇൻ്റർപൊളേഷൻ. ഇൻ്റർപൊളേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, y(n) = x(n/i). ഇവിടെ x(n/3). 3 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നൽ എന്താവും, സിഗ്നൽ വലുതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ d-1 സാമ്പിൾസിനെ എടുത്തു കളഞ്ഞു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, i-1 സീറോസിനെ ഇൻസേർട്ട് ചെയ്യണം. ഫസ്റ്റ് സാമ്പിളിന് അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ട് അടുത്ത സാമ്പിൾ, ഇവിടെ നമ്മൾ സാമ്പിളിനെ എടുത്ത് കളയൊന്നുമില്ല, പകരം നമ്മൾ പുതിയതായിട്ട് 2 സീറോസിനെ ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്റ്റ് ടു ഇൻപുട്ട് നോക്കുക, ദാ 0 സാമ്പിളിനെ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യും. അടുത്ത സാമ്പിൾ എന്ന് പറയുന്നത് ഈ വാല്യൂ തന്നെ ആയിരിക്കും, പക്ഷേ 2 സാമ്പിളിനിടയ്ക്ക് ആര് വരും, ഒരു 2 സീറോസ് വരും. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഇൻപുട്ട് സൈഡ് വിത്ത് റെസ്പെക്റ്റ് ടു ഇൻപുട്ട് ഈ 0യ്ക്കും 1നും ഇടയ്ക്ക് കാണുന്ന 2 സീറോസാണ് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. i-1 സീറോസ് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് ഈ n = 1 കിടക്കുന്ന സാമ്പിളാണ് ആക്ച്വലി ഈ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സാമ്പിൾ എന്താണ്, അടുത്ത 2 തന്നെ വരും, പക്ഷേ ഇടയ്ക്ക് എന്ത് വരും, 2 സീറോസ് വരും. സോ വീണ്ടും 2 സീറോസ് ഇൻസേർട്ട് ചെയ്ത ശേഷം ദെൻ 2 സാമ്പിൾ പ്ലോട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വീണ്ടും 2 സീറോസ് ഇൻസേർട്ട് ചെയ്ത ശേഷം 3 സാമ്പിൾ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഇൻ ഇഫക്റ്റ് ആക്ച്വലി x(n/3) ഏത് വരെയുള്ള സിഗ്നൽസേ കാണിച്ചിട്ടുള്ളൂ, n = 3 വരെയുള്ള ഇൻപുട്ട് മാത്രമേ നമുക്ക് പ്ലോട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഈ n = 9 എന്ന് കാണുമ്പോൾ ഇത് ഫുൾ സാമ്പിൾസും എടുത്തിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. ആക്ച്വലി ഇൻപുട്ടിൻ്റെ 3 വരെയുള്ളത് മാത്രമേ പ്ലോട്ട് ചെയ്യുള്ളൂ. നമ്മൾ 9 വരെ നോക്കുവാണെങ്കിൽ ഈ സിഗ്നൽസ് അങ്ങോട്ട് നീണ്ടു പോകും, നമുക്ക് അത്ര ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ഇൻ്റർപൊളേഷൻ്റെ സിഗ്നൽ വരയ്ക്കുമ്പോൾ സിഗ്നൽ എക്സ്പാൻഡ് ആവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ സിഗ്നൽ നമുക്ക് ഒരുപാട് സീറോസ് ഇൻസേർട്ട് ചെയ്ത് വലുതാക്കിയായിരിക്കും ഫിഗർ വരയ്ക്കുന്നത്. അപ്പോൾ അത്രയ്ക്കൊന്നും പോകണമെന്നില്ല, ചെറുതാക്കി പകുതി വരെ കാണിച്ചാലും പ്രശ്നമൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻ്റർപൊളേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡെസിമേറ്റ് ചെയ്യണമെങ്കിൽ d-1 സാമ്പിൾസിനെ എടുത്ത് കളയണം. ദെൻ ഇൻ്റർപൊളേറ്റ് ചെയ്യുകയാണെങ്കിൽ i-1 സീറോസ് 2 സാമ്പിളിനിടയ്ക്ക് i-1 സീറോസിനെ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റെപ്പ് സിഗ്നൽ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ യൂണിവേഴ്സിറ്റിക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫർദർ ഇതിന് സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു റാമ്പ് സീക്വൻസിൻ്റെ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റാമ്പ് സീക്വൻസ് അത്യാവശ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് റാമ്പിൻ്റെ ഡെഫിനിഷനാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ r(t) എന്ന് പറയുന്ന ജസ്റ്റ് t എന്ന് മാത്രമേ നമ്മൾ ഡിഫൈൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഡിസ്ക്രീറ്റിൻ്റെ റാമ്പ് സിഗ്നലിൻ്റെ ഡെഫിനിഷൻ പഠിച്ച് വെച്ചേക്കുക. r(n) = n × u(n), അല്ലെങ്കിൽ n × u(n) എന്ന് എഴുതാൻ കാരണം നമ്മൾ കോസൽ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ക്വസ്റ്റ്യനിൽ അവരൊന്നും പറഞ്ഞിട്ടില്ല, കോസലെന്നോ ആൻറ്റി കോസലെന്നോ അല്ലെങ്കിൽ സിഗ്നൽ ഡെഫിനിഷൻ അവർ ക്വസ്റ്റ്യനിൽ തരികയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിന് നമ്മൾ പോസിറ്റീവ് സൈഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് r(n) = n × u(n). u(n) എന്ന് പറയുന്ന പോസിറ്റീവ് സൈഡ് മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. സോ n × u(n) എന്ന് പറയുമ്പോൾ എന്താണ്, റാമ്പ് എന്ന് പറയുന്ന കോസൽ സീക്വൻസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ സിഗ്നൽ ഡെഫിനിഷൻ പഠിക്കുക. സോ സിഗ്നൽ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആ സിഗ്നൽ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ റാമ്പ് സിഗ്നലിൻ്റെ പ്രത്യേകത എന്താ, n-ൻ്റെ വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്.
n 0 ടൈം ഇൻഡെക്സ് 0യിൽ വെക്കുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് 0. ഇവിടെ നോക്കുക, n1 ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് 1, n2 ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് 2, n3 ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് 3. സോ ഒരു ലീനിയർ വേവ് ഫോം ആയിരിക്കും റാമ്പിന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ നേരത്തെ നമ്മൾ സ്റ്റെപ്പ് സിഗ്നൽ പഠിച്ച പോലെ തന്നെ റാമ്പിൻ്റെ ഇൻ്റർപൊളേറ്റഡ് സിഗ്നലും ഡെസിമേറ്റഡ് സിഗ്നലും നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇൻ്റർപൊളേറ്റ് ചെയ്ത സിഗ്നൽ നോക്കിയേ, 9 വരെയുള്ള സിഗ്നൽ എന്ന് പറയുന്നത് ആക്ച്വലി ഇതുവരെ മാത്രമേ വരച്ചിട്ടുള്ളൂ, ഇത്രയും സീക്വൻസ് മാത്രമേ പ്ലോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ആ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സൈൻ വേവിൻ്റെ സിഗ്നൽ. കൺസിഡർ എ സിഗ്നൽ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു സൈൻ എൻ പൈ ഇൻറ്റു യു ഓഫ് എൻ. ഓക്കെ, അപ്പോൾ സൈൻ്റെ സിഗ്നൽ. അപ്പോൾ ഈ 3 പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. സ്റ്റെപ്പ് സിഗ്നൽ, റാമ്പ് സിഗ്നൽ, സൈൻ വേവ്, സൈൻ സിഗ്നൽ, ഡിസ്ക്രീറ്റ് സൈൻ സിഗ്നൽ. ഇനി വേറെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സിഗ്നൽ പ്ലോട്ട് ചെയ്യുന്നത് കൂടാതെ ആ സിഗ്നലിൻ്റെ സ്പെക്ട്രം കൂടെ പ്ലോട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഉണ്ടാവും. സ്പെക്ട്രം കൂടി വരികയാണെങ്കിൽ അത് നോർമലി അത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കത്തുള്ളൂ. നിയർ ഒരു 8 മാർക്സ് അല്ലെങ്കിൽ ഒരു 7 മാർക്സ്, ഒരു 7 to 10 മാർക്സ് റേഞ്ചിനകത്തുള്ള എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് സ്പെക്ട്രം കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരത്തുള്ളൂ. അത് ഒരു പ്രാവശ്യം എന്തോ ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള റാമ്പ് സിഗ്നലിൻ്റെ തന്നെയുള്ള വെച്ചിട്ടുള്ളൊരു പ്രോബ്ലമാണിത്. സോ കൺസിഡർ ദ സിഗ്നൽ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു യു ഓഫ് എൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്പെക്ട്രം ചോദിച്ചിട്ടുണ്ട്. ദെൻ രണ്ടാമത്തത് ഡെസിമേഷൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് സ്പെക്ട്രം എടുക്കുക. ദെൻ മൂന്നാമത്തത് ഷോ ദാറ്റ് ദ സ്പെക്ട്രം ഇസ് സിംപ്ലി ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് 3n. അത് ആക്ച്വലി വേണമെന്ന് നിർബന്ധമില്ല, കാരണം അത് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഡെറിവേഷൻ കൂടെ അതിനകത്ത് വേണ്ടി വരും. അപ്പോൾ അത് വേണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ആദ്യത്തെ 2 പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന എന്താണ്, നമുക്ക് സ്പെക്ട്രമാണ് ആദ്യം പ്ലോട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ സ്പെക്ട്രം പ്ലോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എടുക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, സിഗ്നൽ പ്ലോട്ട് ചെയ്യുക. എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു യു ഓഫ് എൻ, നമ്മുടെ റാമ്പ് സിഗ്നൽ പ്ലോട്ട് ചെയ്യുക. ഇനി റാമ്പിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. ഇത് വിത്ത് ഡെറിവേഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസിൽ ഇസഡ് ട്രാൻസ്ഫോം പഠിക്കുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് സിഗ്നൽസിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഇക്വേഷൻ ഡയറക്റ്റ് എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങൾ ഇസഡ് ട്രാൻസ്ഫോം ഫുള്ള് ഡിറൈവ് ചെയ്തെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. റാമ്പിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇസഡ് ഇൻറ്റു ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 ദി ഹോൾ സ്ക്വയർ ആണ്. കോസൽ റാമ്പ് സീക്വൻസിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 ദി ഹോൾ സ്ക്വയർ. ഇത് കാണാതെ പഠിച്ച് വെക്കുന്നെങ്കിൽ അങ്ങനെ വെക്കാം. അതല്ല നിങ്ങൾ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിന് സെപ്പറേറ്റ് മാർക്കൊന്നും ഇല്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഫ്രീക്വൻസി സ്പെക്ട്രമാണ് ആദ്യം ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി സ്പെക്ട്രം പ്ലോട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, എപ്പോഴും സ്പെക്ട്രം കിട്ടുന്നത് എങ്ങനെയാണ്, ഇസഡിനെ ഇ റേസ് ടു ജെ ഒമേഗ വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ വരും, ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയറിൽ ഇസഡിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇ റേസ് ടു ജെ ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇ റേസ് ടു ജെ ഒമേഗ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് 1 ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇ റേസ് ടു ജെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ. സോ ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് ഒമേഗയാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതുക. എന്താ വരും, കോസ് ഒമേഗ പ്ലസ് ജെ സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ കോസ് ഒമേഗ പ്ലസ് ജെ സൈൻ ഒമേഗ മൈനസ് 1 ദി ഹോൾ സ്ക്വയർ. സോ ഡിനോമിനേറ്ററിൽ ബ്രാക്കറ്റ് ടേംസ് ഫുള്ള് ഓപ്പൺ ചെയ്യുക. ഫുള്ളി ഓപ്പൺ ചെയ്ത ശേഷം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേറെ ഇമാജിനറി ടേം വേറെ എന്നുള്ള രീതിയിൽ, അതായത് എ പ്ലസ് ജെ ബി എന്ന് പറയുന്ന ഫോമിലേക്ക് റീഅറേഞ്ച് ചെയ്യുക. ഓക്കെ, സോ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഫോമിലായിരിക്കും. ഇതവർ ഡയറക്റ്റ്ലി ബ്രാക്കറ്റ് ഫുൾ, അതായത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിന് ഫുള്ളി അവർ എക്സ്പാൻഡ് ചെയ്ത് ലാസ്റ്റ് ഫൈനൽ ഇക്വേഷൻ മാത്രമേ ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇനി വേണ്ടത് സ്പെക്ട്രം പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് എടുക്കണം. സോ മാഗ്നിറ്റ്യൂഡ് എന്താണ്, കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. സോ ന്യൂമറേറ്ററിൽ 1 വരും, ഡിവൈഡഡ് ബൈ
ഡിനോമിനേറ്റർ എ പ്ലസ് ജെ ബി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, സോ ഇവിടെ നോക്കുക, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സോ ഇതിനകത്ത് അവിടെ വീണ്ടും അവർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള എക്സ്പാൻഷൻ ഫുള്ളി എക്സ്പാൻഡ് ചെയ്ത ശേഷമാണ് ദ ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെ അവർ എഴുതിയിരിക്കുന്നത്. 1/√6 മൈനസ് 8 കോസ് ഒമേഗ പ്ലസ് 2 കോസ് 2 ഒമേഗ. സോ ഇത് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം. കാരണം ഇക്വേഷൻസ് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനകത്ത് കൊടുത്തേക്കുന്ന PDF അവർ ആ ഡീറ്റെയിൽഡ് സ്റ്റെപ്സൊക്കെ സ്കിപ്പ് ചെയ്താണ് ഇട്ടേക്കുന്നത്. പക്ഷേ നിങ്ങളത് ഡിറൈവ് ചെയ്ത് തന്നെ നോക്കുക. ഓക്കെ, സോ ഫൈനൽ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി സ്പെക്ട്രം പ്ലോട്ട് ചെയ്യുന്ന നിങ്ങൾ സാധാരണ മാത്സിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്കൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ വേരിയബിളിന് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഒമേഗയാണ്. നമുക്ക് ഇത്രയും ഒരു 0 മുതൽ 2π വരെയുള്ള വാല്യൂസ് മതി. ഒരു 8 അല്ലെങ്കിൽ ഒരു 9 സാമ്പിൾ വാല്യൂസ് കൊടുത്താൽ മതി. കാൽക്കുലേറ്ററിൽ ചെയ്യുക. ഒമേഗയ്ക്ക് 0 മുതൽ 2π വരെയുള്ള വാല്യൂസ് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് എക്സ് ഓഫ് ഒമേഗയുടെ ആംപ്ലിറ്റ്യൂഡ് മാഗ്നിറ്റ്യൂഡ് എത്ര വരും എന്ന് നോക്കുക. ദെൻ അതിനെ വെച്ച് പ്ലോട്ട് ചെയ്യുക. സോ പ്ലോട്ട് ചെയ്യുമ്പോൾ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഒമേഗയും വൈ ആക്സിസ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡും ആയിരിക്കും. സോ ഇതാണ് എന്തിൻ്റെ സ്പെക്ട്രം? n × u ഓഫ് n. നമ്മുടെ ഒറിജിനൽ റാമ്പ് സിഗ്നലിൻ്റെ സ്പെക്ട്രമാണ് നമ്മളിപ്പോൾ പ്ലോട്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ ഡെസിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെക്ട്രത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? അപ്പോൾ ഡെസിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ആ ഡെസിമേറ്റ് ചെയ്ത സിഗ്നൽ എത്രയാണെന്ന് നമുക്ക് അറിയണം. ഇപ്പോൾ 3 വെച്ചിട്ടുള്ള ഫാക്ടർ വെച്ചിട്ടാണ് ഡെസിമേറ്റ് ചെയ്യാൻ അവർ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒറിജിനൽ റാമ്പ് സിഗ്നൽ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്ലോട്ട് ചെയ്ത റാമ്പ് സിഗ്നലിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക? ഡെസിമേറ്റ് ചെയ്ത സിഗ്നൽ കണ്ടുപിടിക്കുക. സോ ഡെസിമേഷൻ ഫാക്ടർ 3 ആണ്. ഡെസിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ഫസ്റ്റ് സാമ്പിൾ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്ത ശേഷം D-1 സാമ്പിൾസിനെ എടുത്ത് കളയുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഏതൊക്കെ സാമ്പിൾസ് ആയിരിക്കും വരുന്നത്? 3 ആംപ്ലിറ്റ്യൂഡ് ഉള്ളത്, 6 ആംപ്ലിറ്റ്യൂഡ് ഉള്ളത്, 9 ആംപ്ലിറ്റ്യൂഡ് ഉള്ളത്, 0 അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യും. ഇതാണ് നമ്മൾ ഡെസിമേറ്റ് ചെയ്ത ഔട്ട്പുട്ട്, അതായത് എക്സ് ഓഫ് 3n എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് വേണ്ടത്? നമുക്കതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. n × u ഓഫ് n, അതായത് ഒറിജിനൽ റാമ്പ് സിഗ്നലിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് z/z-1 ദ ഹോൾ സ്ക്വയർ. അങ്ങനെയെങ്കിൽ 3 × n × u ഓഫ് n അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്തായിരിക്കും? ജസ്റ്റ് ഒരു ഇൻറ്റിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇസഡ് ട്രാൻസ്ഫോമിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. ഫാക്ടർ എന്താ വരും? 3z × z-1 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഒരു 3യുടെ വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ. ബാക്കിയുള്ള പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. സ്പെക്ട്രം കണ്ടുപിടിക്കാനായിട്ട് ഇസഡിന് e⁻j ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. സോ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വളരെ എളുപ്പമാണ്. കാരണം നിങ്ങൾ ഓൾറെഡി ഒറിജിനൽ റാമ്പ് സിഗ്നലിൻ്റെ ഡിനോമിനേറ്റർ നിങ്ങൾ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന വ്യത്യാസം എന്ത് മാത്രമേ ഉള്ളൂ? ന്യൂമറേറ്ററിലൊരു 3 വരും. നേരത്തെ 1 ആയിരുന്നു. നമുക്ക് e⁻j ഒമേഗ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ നമുക്കൊരു 3 × e⁻j ഒമേഗ എന്ന് വരും. സോ ന്യൂമറേറ്ററിലൊരു 3 വരും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും സ്റ്റെപ്പ് എഴുതാൻ നിൽക്കണ്ട, ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ദെൻ ഇവിടെ എന്താ ചെയ്യാനുള്ള? നേരത്തെ പറഞ്ഞ പോലെ ഒമേഗയ്ക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 മുതൽ 2π വരെയുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ച ശേഷം അതിൻ്റെ സ്പെക്ട്രം പ്ലോട്ട് ചെയ്യുക. ഓക്കെ, സോ ഇത്രയാണ് അതിനകത്ത് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന ഫൊറിയർ ട്രാൻസ്ഫോം ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് എക്സ് ഓഫ് n ആ ഇക്വേഷൻ അങ്ങ് ഡിറൈവ് ചെയ്താൽ മതി. ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് n = 0 to ∞ എക്സ് ഓഫ് n e⁻j ഒമേഗ n. അതാണ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ. സോ ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആ ഇക്വേഷൻ n-ന് 0, 1, 2, 3 കൊടുത്ത് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്ത ശേഷം എന്താണ് നമുക്ക് അതിനകത്ത് കോമൺ ആയിട്ട് എടുത്ത് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഇസഡ് ട്രാൻസ്ഫോമിനെടുത്ത അതേ ഇക്വേഷൻ തന്നെ, അതായത് 3n × u ഓഫ് n-ൻ്റെ അതേ ഇക്വേഷൻ തന്നെ നമുക്ക് വീണ്ടും കിട്ടുന്നതായിട്ട് കാണാം. നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തിട്ട് കോമൺ ഫാക്ടറൊക്കെ എടുത്തിട്ട് അനലൈസ് ചെയ്യുമ്പോഴത്തേനും ഫൈനൽ ഇക്വേഷൻ
കിട്ടും. ഓക്കെ, ആ ക്വസ്റ്റ്യൻ വേണം എന്നില്ല, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം, അത്രയും മതിയാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതേപോലത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ് a⁻n ഇൻറ്റു u(n). ഇത് യൂണിവേഴ്സിറ്റിക്ക് ഒരു പ്രാവശ്യം, കേരള യൂണിവേഴ്സിറ്റിക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. KTUവിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഈ മോഡൽ പ്രോബ്ലം. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇസഡ് ട്രാൻസ്ഫോം വെച്ചിട്ട് ആദ്യം അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. ദെൻ അതിനുശേഷം ഇസഡിന് e⁻j⍵ കൊടുക്കുമ്പോൾ സ്പെക്ട്രം കിട്ടും. സ്പെക്ട്രത്തിന് ഒമേഗയ്ക്ക് 0 മുതൽ 2π വരെയുള്ള വാല്യൂസ് കൊടുത്ത് എന്ത് ചെയ്യുക, സ്പെക്ട്രം പ്ലോട്ട് ചെയ്യുക. ഓക്കെ, സോ ഡെസിമേഷൻ ചെയ്ത പോലെ തന്നെയായിരിക്കും ഇൻ്റർപൊളേഷനും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡെസിമേഷൻ ഇൻ്റർപൊളേഷൻ സെക്ഷനിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം ഒന്ന് ചെയ്ത് പഠിക്കുക. ജസ്റ്റ് ഫസ്റ്റ് ഇതിങ്ങനെ വെറുതെ PDF നോക്കി ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതി തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.